ഇന്ന് നമ്മൾ ചെയ്യുന്നത് സോയ ചങ്ക്സ് മസാലയാണ് കേട്ടോ. അതായത് ചിക്കൻ കറി പോലെ സോയ ചങ്ക്സ് വെക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാം, പെട്ടെന്ന് കഴിയും, അധികം പ്രോസസ്സൊന്നും ഇല്ലാത്ത അടിപൊളി സോയ ചങ്ക്സ് റോസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള സോയ ചങ്ക്സ് എടുക്കുക. ഇതൊരു 1.5 കപ്പ് 2 കപ്പോളം ഉണ്ടാവും കേട്ടോ. അതെടുത്ത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി നന്നായി കഴുകി എടുത്തിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കുക. അതാണ് കേട്ടോ. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഒരു 3/4 ടീസ്പൂണുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വേവിക്കുമ്പോൾ തന്നെ ഉപ്പും മുളകും മസാലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ സോയ ചങ്ക്സിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതിനാണ് ഇങ്ങനെ ഇട്ടിട്ട് വേവിക്കുന്നത് കേട്ടോ. അടുത്തത് നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ പേസ്റ്റ് ഒന്നും ചേർക്കണ്ട, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഇപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് എടുക്കുക. ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പോൾ നന്നായിട്ട് എല്ലാതും മൂത്തു, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അതിനുശേഷം നമ്മൾ 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 4 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാളയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ സോയ ചങ്ക്സിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അപ്പോൾ അത് ഓർമ്മ വേണം. സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളതിലേക്ക് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അത് കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിന് സിമ്മിന് ഇടയിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാല. അത് ഇവിടെ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഇതിൽ കുരുമുളകും പിന്നെ പെരിഞ്ചീരകവും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഗരം മസാല ഉള്ളത് അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. പിന്നെ നമ്മളൊരു പിടി കാഷ്യൂ നട്ടാണ് ചേർത്തത്, ഒന്ന് കുതിർത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക, ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളി. ആ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ആവി കയറ്റുക. സിമ്മിൽ വെക്കുക കേട്ടോ, മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ തക്കാളി വേഗം ഉടഞ്ഞു കിട്ടും. 2-3 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. കുറച്ച് കഴിഞ്ഞ് തുറന്നപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. ഇത്ര ഉടഞ്ഞാൽ പോരാ, ഇനി നന്നായിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ വെച്ചിട്ട് നമ്മൾ തുറന്നപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊന്നും ചേർക്കേണ്ട. തക്കാളി ഉടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെയാണ് നമുക്ക് വെന്ത് കിട്ടിയത് കേട്ടോ. 1 വിസിൽ മതി, അപ്പോൾ അധികം വെള്ളമില്ലാണ്ട് കിട്ടും.
ഇനി റോസ്റ്റ് അല്ല, ലൂസായിട്ടുള്ളതാണ് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ മസാലയിൽ എന്താ പറയുക, തക്കാളിയൊക്കെ വാടി വരുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഗ്രേവി ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇവിടെ നമുക്കിപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത്, അതുകൊണ്ട് ഒഴിച്ചിട്ടില്ല വെള്ളം. നന്നായിട്ട് വെന്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ സോയ ചങ്ക്സ്. ഇപ്പോൾ അതിൽ നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സ്വാദുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് സിമ്മിൽ വെച്ചിട്ട് ഇനി അടച്ചു വെച്ചിട്ട് അവിടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഇനി വേറെ പണിയൊന്നും ചെയ്യണ്ട. ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആവും. വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ഓയിലൊക്കെ ചേർക്കട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ കൂടുതൽ ഓയിൽ ചേർക്കണില്ല. ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദൊക്കെ ഉണ്ടാവും, നന്നായിട്ടൊന്നും മുരിഞ്ഞിങ്ങനെ വരില്ലേ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ വയ്ക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ തുറന്നിട്ട് വെച്ചാൽ മതി, ഫുള്ളായിട്ട് അടച്ചു വെക്കണ്ട. അങ്ങനെ ഇട്ടിട്ട് നന്നായി റോസ്റ്റായിട്ട് വരട്ടെ, അപ്പോഴാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക കേട്ടോ. സമയമുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഇതിങ്ങനെ ഡ്രൈ ആവാനായിട്ട് സിമ്മിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാട്ടോ. അവിടെ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ വരും. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ ഇട്ടാലും നല്ലതാണ് കേട്ടോ. തിരക്കാണെങ്കിൽ വേഗം എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ എത്ര സമയം ഇങ്ങനെ ചൂടിലിരിക്കുന്നോ അത്രയും നല്ല സ്വാദുണ്ടാവും. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അത് ഉടച്ചു കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. സോയ ചങ്ക്സൊക്കെ ഇത് വലിപ്പമുള്ളതാണ്, ചെറുതാണെങ്കിൽ പിന്നെ അങ്ങനെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് മസാല ഇങ്ങനെ പിടിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.